ശിവപുത്രിയായ മാനസദേവിയെക്കുറിച്ചുള്ള കഥ കേട്ടിട്ടുണ്ടോ? മാനസദേവി ഹിന്ദുപുരാണങ്ങളിലെ ഒരു പതിവൃദ്ധയായ ദേവതയാണ്. അവളെ സർപ്പദേവതയായും വിഷദോഷങ്ങൾ നീക്കാനുള്ള ശക്തിയുള്ളവളായും കരുതുന്നു. ചില പുരാണങ്ങൾ പ്രകാരം മാനസദേവി കശ്യപന്റെ ഭാര്യയായ കത്രു നിർമ്മിച്ച ഒരു കരിങ്കിൽ ശില്പത്തിൽ നിന്നുമാണ് ഉദ്ഭവിച്ചത്. അതിനാൽ കശ്യപന്റെ മകളായും വാസുകിയുടെ സഹോദരിയായും ചില പുരാണങ്ങൾ വിവരിക്കുന്നു. എന്നാൽ മംഗളകാവ്യത്തിൽ ഭഗവാൻ ശിവന്റെ മനസ്സിൽ നിന്നും ജനിച്ചവളായിട്ടാണ് വിവരിച്ചിട്ടുള്ളത്. ഗത്രു നിർമ്മിച്ച ശില്പത്തിൽ നിന്നും ഭഗവാന്റെ മാനസപുത്രിയായി ഒരു താമരപ്പൂവിലാണ് മാനസദേവി ജന്മം കൊണ്ടത്. അതിയായ തേജസ്സോടെ ജനിച്ച ആ കുഞ്ഞിനെ മഹാദേവൻ ഒരു പൂക്കൂടയിലാക്കി കൈലാസത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു. ശേഷം ഭഗവാൻ ധ്യാനത്തിൽ ഇരിക്കെ ആ കുഞ്ഞു അതിവേഗം വളർന്ന് ഒരു സുന്ദരിയായ യോഗി ആയി മാറി. ഇതേ സമയം അവിടെ എത്തിയ പാർവതി ഭഗവാന്റെ അടുത്ത് ഒരു യുവതിയെ കണ്ട് നീ ആരാണ് എന്ന് ചോദിച്ചു. ഞാൻ പരമശിവന്റെ മകളാണ് എന്ന് അവൾ മറുപടി പറഞ്ഞു. കോപിതയായ പാർവതി ദേവി അവിടെ ഇരുന്ന പൂക്കുടയിൽ നിന്നും ഒരു താമരത്തണ്ട് എടുത്ത് മാനസദേവിയുടെ കണ്ണിൽ പ്രഹരിച്ചു. അതിനാൽ മാനസദേവിക്ക് ഇടതുകണ്ണിന്റെ കാഴ്ച നഷ്ടമായി. വിഷമത്തോടെ അവിടെ നിന്നും മടങ്ങിയ മാനസദേവി വനത്തിൽ പോയി തപസ് ചെയ്തു. ധ്യാനത്തിൽ നിന്നും ഉണർന്ന മഹാദേവൻ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഉടനെ പോയി തന്റെ പുത്രിയെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. സമുദ്രമഥന സമയത്ത് ഉയർന്നുവന്ന വിഷത്തിൽ നിന്നും പ്രപഞ്ചത്തെ രക്ഷിക്കാൻ മഹാദേവൻ അത് പാനം ചെയ്തപ്പോൾ അതിന്റെ തീവ്രത കുറയ്ക്കാൻ മാനസദേവി സഹായിച്ചു എന്നാണ് വിശ്വാസം. ബംഗാൾ, അസ്സാം, ഒഡീഷ എന്നിവിടങ്ങളിൽ ഈ ദേവിയെ ഭക്തിപൂർവ്വം പൂജിക്കുന്നു.